നമസ്കാരം. പട്ടക്കടവ് സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ് പാസ്സായ ശേഷമാണ് മിഥുൻ തേവലക്കര ബോയ്സ് സ്കൂളിലെത്തിയത്. സ്കൂൾ ഫുട്ബോൾ ക്ലബ്ബിൽ അംഗമായിരുന്നു. ശാസ്താംകോട്ടയിൽ തേവലക്കര കോവൂർ സ്കൂളിൽ സഹപാഠികളുടെ കൺമുൻപിൽ വെച്ചാണ് മിഥുൻ ഷോക്കേറ്റ് മരിക്കുന്നത്. തേവലക്കര കോവൂർ ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി വലിയപാടം മിഥുൻ ഭവനിൽ മനുവിൻ്റെ മകൻ 13-കാരനായ മിഥുനാണ് ഇന്നലെ മരിച്ചത്. ഇന്നലെ രാവിലെ 8:30യോടെയായിരുന്നു ഷോക്കേറ്റ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചു. നിർമ്മാണ തൊഴിലാളിയാണ് മിഥുന്റെ പിതാവ് മനു. അമ്മ സുജയ വിദേശത്ത് വീട്ടുജോലി ചെയ്യുകയാണ്. കായലോരത്തെ ഇവരുടെ ചെറിയ വീട് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. മിഥുനും പട്ടക്കടവ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജൻ സുജിനും അല്പം അകലെയുള്ള അമ്മൂമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ ഇവർ വീടിന് അപേക്ഷിച്ചിരുന്നെങ്കിലും ലഭിച്ചില്ല. മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, ചെറിയൊരു വീടുണ്ടാക്കണമെന്ന ആഗ്രഹമായാണ് സുജ കുവൈത്തിലേക്ക് വിമാനം കയറിയത്. ദിവസവും മക്കളെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച രാവിലെയും വിളിച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെ മനുവാണ് മിഥുനെ സ്കൂളിലെത്തിച്ചത്. തിരികെ വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്നു മനു. മനുവിൻ്റെ അമ്മ മണിയമ്മ തൊഴിലുറപ്പ് ജോലിക്കും പോയിരുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറുമ്പോൾ വൈദ്യുതി ലൈനിൽ നിന്ന് കുട്ടിക്ക് ഷോക്കേൽക്കുകയായിരുന്നു. CPM പ്രവർത്തകർക്ക് മേൽക്കൈയുള്ള മാനേജ്മെന്റാണ് തേവലക്കര സ്കൂൾ നിയന്ത്രിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് സൈക്കിൾ വെക്കാനായി ഇരുമ്പ് ഷീറ്റ് പാകി ഷെഡ് നിർമ്മിച്ചിരുന്നു. ഈ ഷെഡിന്റെ മുകളിലേക്ക് ചെരുപ്പ് വീണു. ഇതെടുക്കാനായി കയറിയതാണ് മിഥുൻ. കാൽ തന്നെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനിൽ പിടിക്കുമ്പോൾ ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് മിഥുനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മിഥുന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അമ്മ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷമാകും സംസ്കാരം. ഉടൻ എത്തിക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. കുവൈറ്റിലെ കുടുംബത്തോടൊപ്പം തുർക്കിയിലായിരുന്നു സുജ. ഈ സാഹചര്യത്തിലായിരുന്നു മടക്കം വൈകിയതും. കുടുംബത്തിന് ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ ധനസഹായം നൽകും. KSCBയുടെ ഭാഗത്തു നിന്നും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഷെഡ് കെട്ടുമ്പോൾ അനുമതി തേടിയിരുന്നില്ല. KSCB ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ വിവിധ വകുപ്പുകൾക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. സ്കൂൾ അധികൃതർക്ക് മാത്രമല്ല പഞ്ചായത്തിനും KSCBക്കും എല്ലാം തന്നെ വീഴ്ച സംഭവിച്ചു. PTA തീരുമാനപ്രകാരം 10 വർഷം മുൻപാണ് സ്കൂളിലെ സൈക്കിൾ ഷെഡ് നിർമ്മിക്കുന്നത്. ഇതിന് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ലെന്നാണ് സ്കൂൾ മാനേജരും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ R തുളസീധരൻ പിള്ള വിശദീകരിക്കുന്നത്. ക്ലാസ് മുറികൾക്ക് മാത്രം വേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇക്കുറി ലഭിച്ചിരുന്നു. പഞ്ചായത്തിലെ എഞ്ചിനീയർ വന്ന് പരിശോധന നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. അപകട സാധ്യതയുള്ള സ്ഥലമല്ലെന്നും അദ്ദേഹം വാദിക്കുന്നു. കുട്ടികൾ ഇങ്ങനെയൊക്കെ ചാടിക്കയറുമെന്ന് കരുതിയില്ലെന്നും പലക വെച്ച് അടിച്ചിരുന്ന സ്ഥലത്തുകൂടെയുള്ള വിടവിലൂടെയാണ് കുട്ടി ചാടിയതെന്നും തുളസീധരൻ പിള്ള പ്രതികരിച്ചു. എന്നാൽ സൈക്കിൾ ഷെഡിന് തൊട്ടു മുകളിൽ കൂടിയാണ് വൈദ്യുതി ലൈൻ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർക്ക് പൂർണ്ണമായി അപകടത്തിൽ നിന്ന് കൈകഴുകാൻ സാധിക്കില്ല. സ്കൂളിന് വീഴ്ച സംഭവിച്ചതെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടിൽ ചില അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടിയതായി മന്ത്രി പറഞ്ഞു. വിശദമായ റിപ്പോർട്ട് ഇന്ന് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിയെടുക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈൻ മാറ്റുന്നതിൽ മാനേജ്മെന്റിന്റെയും KSCBയുടെയും ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് മിഥുന്റെ മരണത്തിന് കാരണം. തദ്ദേശ ഭരണ വകുപ്പിന്റെ എഞ്ചിനീയർ ഇതൊന്നും പരിഗണിക്കാതെയാണ് സ്കൂളിന് ഫിറ്റ്നസ് നൽകിയത്. മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിന് പിന്നാലെ KSCB ജീവനക്കാർ സ്കൂളിലെ ഷെഡിന് മുകളിലൂടെയുള്ള വൈദ്യുതി ലൈൻ മാറ്റി. ഇതേ തുടർന്ന് പ്രദേശത്ത് മണിക്കൂറുകൾ വൈദ്യുതി തടസ്സവും ഉണ്ടായി.